ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ അവസാന ശ്വാസം അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു വെച്ചാൻ വേണ്ടി നിയമവശവും നോക്കാതെ എടുത്തിയാടിയാലുണ്ടല്ലോ, കാക്കി മാറ്റി വെച്ച് വീട്ടിയിരിക്കേണ്ടി വരും കൊച്ചുങ്ങളെ നോക്കി. അതല്ലെങ്കിൽ കൊച്ചുങ്ങളില്ലെങ്കിൽ തള്ളെ നോക്കിയിരിക്കേണ്ടി വരും. പക്ഷേ ഈ തലേ തൊപ്പി ഉണ്ടാവത്തില്ല. ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്ന ഓർത്തപ്പോ ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും കാര്യങ്ങള് കൈവെള്ളയിലേക്ക് ആക്കിയെടുത്തതിന്റെ അഹങ്കാരം ഒന്നും വേണ്ട സർ. എന്റെ വിഷ്ണുവേട്ടനെ കാണാതായതിന്റെ പേരിൽ ഈ നിൽക്കുന്ന അബൂബക്കറിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏത് ചട്ടക്കൂടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ശാലിനി. അതിന് ഈ ജില്ല ഭരിക്കുന്ന കളക്ടറുടെ സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട എനിക്ക്. കാരണം ഞാനൊരു ഭാര്യയാണ്, അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയാണ്. കാണാതായിരിക്കുന്നതേ എന്റെ ഭർത്താവിനെയാ. ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന പരിഗണന മാത്രമേ ഞാനും ആവശ്യപ്പെടുന്നുള്ളൂ. ഒരാളെ കാണാതായാൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അയാൾക്കെതിരെ ക്രിമിനൽ തെളിവുകൾ ഉണ്ടാവുകയും ചെയ്താൽ, അയാൾക്കെതിരെ ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്താൽ കുടുങ്ങുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥലം ഐജി തന്നെ കാവലായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇയാള് കുറ്റം ചെയ്തില്ലെന്ന് സമർത്ഥിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലേ സർ? എനിവേ, കള്ളം മനസ്സിലുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ. എനിക്കെന്തായാലും എന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവാതിരിക്കാനാവില്ല. കാണാതായിരിക്കുന്നതേ എന്റെ വിഷ്ണുവേട്ടനെയാ. ഇതിന് പിന്നിൽ ഇയാൾക്കോ ഇയാളെ സഹായിക്കാൻ നിൽക്കുന്ന സാറിനോ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ എന്റെ കംപ്ലൈന്റ് പോകുന്നത് DGPക്കായിരിക്കും, ത്രൂ പ്രോപ്പർ ചാനൽ. ഇപ്പൊ സാർ ഇയാളെ സംരക്ഷിച്ചോ? എന്റെ വിഷ്ണുവേട്ടന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അന്ന് ഇയാൾക്കുള്ള വിലങ്ങുമായിട്ട് ഞാൻ വരുമ്പോ തടുക്കാനോ തടയുവാനോ സാറിന് കഴിയില്ല. അതിനുള്ള ഉറപ്പും വാങ്ങിയിട്ടായിരിക്കും ശാലിനിയുടെ വരവ്. അതുവരെ എന്റെ അന്വേഷണ പരിധിക്കകത്തേക്ക് കൂട്ടുകാരനെ കൊണ്ടുവരാതിരിക്കാൻ സാറ് ശ്രമിച്ചോ? കൊണ്ടുവരാൻ ഞാനും ശ്രമിക്കാം. വരട്ടെ. വാറസാക്കെ. എടോ, തന്റെ കയ്യിൽ നിന്ന് അബദ്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? എന്നെ പൂട്ടിയിട്ടിട്ട് അവൾ ഓടിപ്പോയി. എടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേടി അവളെ ശ്രദ്ധിക്കണമെന്ന്. ഒന്നും കഴിക്കാണ്ട് കിടന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കൊടുക്കാന്ന് വെച്ച് വാതിൽ തുറന്നതാ. ഓ, മോളോടുള്ള സ്നേഹം. ആ സ്നേഹം തിരിച്ചു കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അമ്മച്ചിയെ പൂട്ടിയിട്ട് അവളിങ്ങനെ ഇറങ്ങി പോയില്ലായിരുന്നല്ലോ. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. എവിടെ വരെ പോകുന്ന നമുക്ക് നോക്കാം. എവിടെയാണെന്ന് വെച്ചാ പോയിട്ട് വരട്ടെ. ഇനി അവശേഷിക്കുന്നത് അവന്റെ അടക്കമാ. അതിനുകൂടി സാക്ഷിയാകണമെന്ന് അവള് നിർബന്ധം പിടിച്ച അതുകൂടി നടത്തി കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പനായി പോയില്ലേ?
നീ അനങ്ങി പോകരുത്. ഡാ യോഹന്നാനെ, നീ തീർക്കാൻ പറഞ്ഞു വിട്ടവന് ജീവനുണ്ടെന്ന് പറയാനാ വന്നത്. ഒപ്പം നിന്റെ ഈ ജീവനങ്ങ് എടുക്കാനും. എന്നെ ഓർത്ത്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശിവനെ ഓർത്ത് അവിവേകമൊന്നും കാണിക്കരുത്. ഇല്ല, എന്റെ കണ്ണിലെ കൃഷ്ണമണിക്ക യവന്മാരെല്ലാവരും കൂടി ചെറിയൊരു പോറൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിനേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെ അത്. അതുകൊണ്ട് മോൾ അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അപ്പൊ നിന്റെ മകൻ എന്നോട് കാണിച്ചതോടാ? ഞാനും ഇവളെ എന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നവനാ. തട്ടിയെടുത്തില്ലേ നിന്റെ മോൻ? അപ്പൊ പിന്നെ അവനെ അങ്ങ് തട്ടാതെ പൂവിട്ട് പൂജിക്കണോടാ ഞങ്ങള്. ഞാൻ പറഞ്ഞതനുസരിച്ചാ യുവമാർ അവനിട്ട് പൂശിയത്. ഇനിയും പൂശും. അവന്റെ അവസാന ശ്വാസം അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു മുന്നറിയിപ്പാ, ഒരു സൂചന. എന്റെ മകന് എന്തെങ്കിലും സംഭവിച്ച നിന്റെയൊക്കെ തല ഇതുപോലെ പൊട്ടിത്തെറിക്കുമെന്ന് കാരണസഹിതം കാണിച്ചു തരുന്ന ഒരു മുന്നറിയിപ്പ്. എടോ, താൻ കൂടുതൽ തിളയ്ക്കൊന്നും വേണ്ട. തനിക്ക് തന്റെ മകൻ എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഈ പെങ്ങളും. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടായ ഇപ്പൊ തന്ന ഈ ആനുകൂല്യം ഉണ്ടല്ലോ, അതിന് കിട്ടിയെന്ന് വരില്ല. ആനുകൂല്യത്തിന്റെ കണക്കൊക്കെ പറയാൻ നീ ആരാടാ? നിന്റെ അപ്പം പറയട്ടടാ. എന്നിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റി എന്നെ ഒരുപാട് പറ്റിച്ച ചരിത്രം നിന്റെ അപ്പന് പറയാനുണ്ടാവും. കാരണം ഈ കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്ന വീടും നിന്റെയൊക്കെ തടിയും എന്റെ കാശാടാ. എനിക്ക് പട്ടയൊഴിച്ചു തന്ന് എന്നെ പറ്റിച്ച കാശ്. എന്താണ് സംശയമുണ്ടോ? ചോദിച്ചു നോക്കടാ. നിക്കല്ലേ? ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട പാഴ് ജന്മം. പാഴ്ത്തടിയിട്ട് കത്തിച്ചാ പോലും കത്താത്ത വെറും വേസ്റ്റ്. നിങ്ങൾ 3 പേരോടും മര്യാദ കടമെടുത്തുകൊണ്ട് പറയുന്ന കാര്യമായത്. ഇനി എന്റെ മോന്റെ പിന്നാലെ വരരുത്.